കാസർകോട്ടെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക നടപടി മാത്രമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കാസർകോട്ട് പറഞ്ഞു. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. അല്ലാതെ ഇവിടെ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഒരു പ്രാദേശികമായി ഈ AEO പരിധിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഈ ചോദ്യം തയ്യാറാക്കുകയും അതിന് ഇത്തരത്തിലുള്ള മറുപടികൾ കൊടുക്കുകയൊക്കെ ചെയ്ത ആളാണ് എന്ന് കൃത്യമായി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയ ആൾക്കെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, ഇതിൽ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരും ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അവർക്കൊക്കെ നടപടിയെടുക്കും.